കുറച്ച് ദിവസമായില്ല എല്ലാവരും മണിക്കുട്ടിയുടെ വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട്. മണിക്കുട്ടി കുഴപ്പമില്ല, അതാ ഇപ്പം ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നാളെ ചിലപ്പോൾ മണിക്കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അത് കമ്പി എടുക്കാറായോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അതിന് നാളെ കൊണ്ടുപോകണം. ഇപ്പം ഭയങ്കര ഇവിടെ ഇപ്പം പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ കള്ളത്തരങ്ങളും കയ്യിലുണ്ട്. കുരുത്തക്കേട് എന്തെങ്കിലും ഇങ്ങനെ ഇരുന്ന് ഒപ്പിച്ചിട്ട് നമ്മളത് മണിക്കുട്ടി ഇന്നൊരു വിളിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്നും അറിയാത്തത് സൈഡ് ചരിഞ്ഞാൽ കിടന്നാളെ. അയ്യോ ഞാനൊന്നും ചെയ്തില്ല, ഞാനൊന്നും ചെയ്തില്ല, ആ ഒരു മട്ടിലും കിടന്നാളെ. നോക്കുന്നുണ്ടാ കള്ള നോട്ടം കണ്ട എന്നെയാണോ? മണിക്കുട്ടി നടക്കുന്നുണ്ട്, പക്ഷെ അവളുടെ ആ കൈ അവള് തറയിൽ വലുതായിട്ട് ഇപ്പൊ കുത്തുന്നില്ല. അപ്പൊ അതിന് വലിയ സപ്പോർട്ട് കൊടുക്കാതെയാണ്, ആ കാലിൽ വലിയ സപ്പോർട്ട് കൊടുക്കാതെയാണ് അവൾ നടക്കുന്നത്. ഫുൾ ടൈം അതിങ്ങനെ പൊക്കി പിടിച്ചിരിക്കുക. അങ്ങനെ ഇന്ന് ഡോക്ടറെ വിളിച്ചപ്പോൾ നാളെ ഡോക്ടറുണ്ട്, കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ മറ്റേ കമ്പി എടുക്കുന്ന കാര്യം കൂടെ നാളെ ചെക്ക് ചെയ്യും. ഒന്ന് എണീറ്റിരുന്നേ, എപ്പോഴും ഇങ്ങനെ കിടന്നാലാ. പിന്നെ ഭയങ്കര പിന്നെ അനുസരണയൊക്കെയാണ് കേട്ടോ ആളിന്, ഭയങ്കര അനുസരണയാണ്. ഇച്ചിരി കുരുത്തക്കേടും കള്ളത്തരവും ഒക്കെ കയ്യിലുണ്ടെന്നേ ഉള്ളു. പിന്നെ മണിക്കുട്ടി ഇപ്പൊ മെയിനായിട്ട് ഞങ്ങൾ രാവിലെ എല്ലാം ഷോപ്പിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവളെ മൈൻഡ് ചെയ്യാതെ നമ്മൾ വെളിയിലിറങ്ങി അവിടെ വന്നു കഴിഞ്ഞാൽ അവള് അവിടെ കിടക്കുന്നിടത്ത് നിന്ന് എണീറ്റ് വെളിയിൽ വരും, സിറ്റൗട്ടിന്റെ അടുത്ത് വരും, എന്നെ കൂടെ കൊണ്ടുപോകുന്നും പറഞ്ഞിട്ട്. അവൾക്കറിയാം ടൈം, അവൾക്കറിയാം നമ്മൾ പോവാൻ റെഡിയാവുന്നതൊക്കെ അവൾക്കറിയാം. പിന്നെ വണ്ടിയിൽ ഇരുന്നോളും, വണ്ടിയിൽ ഒരു കുഴപ്പമില്ല, വണ്ടിയിൽ അവള് നമ്മളെ കയ്യിൽ തന്നെ അങ്ങ് ഇരുന്നോളൂ. ഇപ്പം ബാസ്ക്കറ്റ് ഇപ്പൊ വെക്കാൻ ഒക്കത്തില്ല അവളെ, കാരണം അവളിപ്പോ ഇത്തിരി വളർന്നില്ല. അവൾക്കിപ്പോ അറിയാം. പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് വരുന്ന വഴിക്ക് റോഡിലൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അനങ്ങാതങ്ങ് ഇരുന്നോളൂ, ഒരു ശല്യമല്ല. അല്ല സ്മാർട്ടായിട്ടിരിക്കും, ആള് സ്മാർട്ടാണ് കേട്ടാ. ഒരുപാട് പേര് ഇവിടെ വന്നവർക്കൊക്കെ ഇവിടെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ കയ്യിന്റെ പ്രശ്നം കൊണ്ടാണ് ആരും അഡോപ്ഷന് തയ്യാറാവുന്നില്ല മണിക്കുട്ടീനെ. ഇത്രയും നല്ലൊരു ക്യൂട്ടൊരു പപ്പിയെ ചെറിയ കൈയിൻ്റെ ഒരു ചെറിയ പ്രശ്നമെന്നും പറഞ്ഞിട്ട് ആരും അഡോപ്ഷൻ ചെയ്യാത്തത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. നമുക്ക് നല്ലൊരു ഫാമിലി കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പിടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, ആരെങ്കിലും ഒരു നല്ല ഫാമിലി വേണം. അപ്പോൾ അതുകൂടാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അഡോപ്ഷൻ, മണിക്കുട്ടിയുടെ അഡോപ്ഷൻ എത്രയും പെട്ടെന്ന് നമുക്ക് ശരിയാക്കണം. അവളെ കൈയൊന്നും ഓക്കെ ആയ ഉടനെ അതിന് നല്ല അവളെ പൊന്നുപോലെ നോക്കാൻ കഴിയുന്ന ഫാമിലീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. പക്ഷേ അവളെ ജീവിതകാലം മൊത്തം അവളെ പൊന്നുപോലെ നോക്കണം, അത്രേ ഉള്ളൂ നമുക്ക്. പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പാടില്ല, അതും ഒരു ജീവനല്ലേ. ഇല്ലേ മണിക്കുട്ടി? കുട്ടാപ്പിയേ, ഇന്നത്തെ വീഡിയോയിലേ മണിക്കുട്ടിയുടെ ചില ഫോട്ടോഷൂട്ടുകളൊക്കെ ഉണ്ടേ. ഈ കണ്ണൻ്റെ ഉറക്കം എന്നൊക്കെ പറയത്തില്ലേ, അതാണൊക്കെ ഇത് കേട്ടാ. പകുതി കണ്ണ് അടച്ചു വെച്ച് ഉറങ്ങുന്നുണ്ട്. ആ പകുതി കണ്ണ് അടച്ചു വെച്ചിരിക്കും, പകുതി ഉറക്കത്തില്ല, പകുതി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. മുറിവ് ഏതാണ്ട് ഒരുവിധം നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പം അതിനകത്തുനിന്ന് ഫ്ലൂയിഡ് അങ്ങനൊന്നും വരും. പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് ശകലം ബ്ലഡ് പോലും ഇങ്ങനെ പൊടിയുന്നുണ്ട്. അപ്പം ഡോക്ടറെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇനിയിപ്പോൾ നാളെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞത്. എന്തുവാന്നറിഞ്ഞില്ല. അണ്ണൻ അവിടെ നിൽക്കുന്നു, മണിക്കുട്ടി ഇതാ അവിടെ ഇരുന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി വെളിയിൽ കൊണ്ടുപോയതാ. അപ്പം അണ്ണ അവിടെ അവൾക്ക് കാവലിരിക്കും. നമ്മളിപ്പോൾ ഷോപ്പിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കൂടെ നമുക്ക് മൂത്രം ഒഴിക്കണമെങ്കിൽ അവൾ വാതിലിൻ്റെ അടുത്തോട്ട് വരും. ഇവിടെ ഇങ്ങനെ വാതിലിൻ്റെ അടുത്തോട്ട് വരും. അപ്പോഴും നമ്മൾ ഡോറ് തുറന്നു കൊടുത്താൽ അവളിങ്ങനെ വെളിയിൽ പോയി മൂത്രം ഒഴിക്കും. അതോ പോന്നു മുടന്തിയാ പോകുന്നത്. കാല് ഇതുവരെ കുത്തിയിട്ടില്ല അവള്. അണ്ണ ഇവിടെ നോക്കി ഇപ്പോൾ ഉണ്ട്. ഇതിപ്പോൾ രണ്ടിന് പോകാൻ പോയെന്ന് തോന്നുന്നു. വണ്ടിന് പോകുന്നത് അങ്ങോട്ടേ പോകത്തുള്ളൂ. നടന്ന് തിരിച്ചിഞ്ഞ് വരും. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പുറകെ കഴിഞ്ഞ് തിരിച്ച് വന്നോളും. ബാ മണിക്കുട്ടി ബാ. ഉണ്ടാ വരുന്നണ്ട, പോയ വഴി തന്നെ തിരിച്ചു കഴിഞ്ഞ് വരും. ദൂരെ പോയി ഒന്നും രണ്ടോ സഹായിച്ചിട്ട് തിരിച്ചു. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, പുറത്തിറക്കി നിർത്താക്കത്തില്ല, മണ്ണ് ഇന്നുകളയും. പോകുന്നുണ്ടാ ചെല്ല്. ആ മണ്ണ് തിന്നാൻ അങ്ങോട്ട് പോയിരിക്കുന്നത് കണ്ടാ. എടുത്തോണ്ട് വരാം. ഇനി മണ്ണ് തിന്നോള്, ഇനി നിർത്തിയ മണ്ണ് തിന്നോ, എടുത്തോണ്ട് വരാ. ആ ഉടുപ്പ് കെട്ടുവിടും, അല്ലെങ്കിൽ ഇപ്പം നക്കലോടങ്ങും. ഉടുപ്പ് ഇട്ട് കോളർ ഇട്ട് തരാം, അല്ലെങ്കിൽ ഇപ്പം നക്കലോടങ്ങും. മുറിവ് ഇപ്പം നക്കും. വേണ്ട പറഞ്ഞില്ല, പറഞ്ഞു നാക്കെടുത്തില്ല, അതിന് മുമ്പ് നക്കലും കൂടെ തലേന്ന് താത്തിട്ടോട്.
ഞാൻ കോളർ ഇട്ടുതരാം, അല്ലെങ്കിൽ തുണിയുടെ മേളിൽ കൂടെ നോക്കൂ. ഇനി മണിക്കുട്ടിയുടെ കുറച്ച് ഫോട്ടോഷൂട്ടാണ്. വണ്ടിയിലിരിക്കുന്ന മണിക്കുട്ടി, അത് ഒറ്റ കയ്യിൽ പിടിച്ചിരുന്നേ. അതുകൊണ്ടാ ഇവളെ ഇങ്ങനെ അങ്ങ് ഇരുന്നോളും. നമുക്ക് ഇങ്ങനെ അവളെ ഇരുത്തി വണ്ടിയിൽ കൊണ്ടുവരാം. ഒന്ന് അനങ്ങിയ തിരികെ ഒന്നും ഇല്ല. ആ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ അവൾ അങ്ങനെ ഇരുന്നോളും. ഒരു ശല്യമല്ല. അവിടെ പിടിച്ച് നേരെ മണിക്കുട്ടി 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 ഇരിക്കണ നോക്കിയ. ഇന്ന് ഇതുപോലെ അവളെ ഇങ്ങനെ ഇരുത്തി വണ്ടിയിലിരുത്തി കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇത് കടയിൽ കസ്റ്റമർ വന്ന ഒരു കണ്ടപ്പോഴേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ കൈ വയ്യെന്നുള്ള പ്രശ്നം ആരും അഡോപ്ഷൻ ചെയ്യാൻ തയ്യാറാവുന്നില്ല. നിന്നെ ആർക്കും വേണ്ടെന്ന്. എന്താ വേണം? എന്തോ വേണം? മണിക്കുട്ടി ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്ക് കള്ളിപ്പനെ. ചെവിയല്ല, ചെവി ഇപ്പൊ രണ്ടും താന്നു പോയി. മാന്റെ ചെവിയൊക്കെ പോയി. ഇപ്പൊ ഇങ്ങനത്തെ ചെവിയാണ് ആളിന്റെ. എന്തോ ചൊറിയുന്നേ. ആറ്റിറ്റ്യൂഡ്